ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ജ്യോതിസ് കിച്ചൺ. ഇന്ന് നമുക്കൊരു റെസിപ്പിയാണ്. അന്ന് നമ്മൾ സ്ട്രോബെറി ഗാർഡനിൽ പോയി പിക്ക് ചെയ്ത സ്ട്രോബെറി കൊണ്ടുള്ള ഒരു ജാം അല്ലെങ്കിൽ ക്രഷ്. നമ്മൾ പിക്ക് ചെയ്ത് കൊണ്ടുവന്ന സ്ട്രോബെറിയൊക്കെ ഉപ്പുവെള്ളത്തിലും നല്ല ക്ലീൻ വാട്ടറിലും കഴുകി വൃത്തിയാക്കി തുണിയിൽ വെള്ളം പാലാൻ വച്ച് എടുത്ത് വച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് 2 ബാസ്ക്കറ്റ് കിട്ടി. ഇതുപോലത്തെ വലിയ ബാസ്ക്കറ്റ് ഒരു 4-5 കിലോയോളം വരുമെന്നാണ് തോന്നുന്നത്. അതിൽ പകുതി എടുത്ത് ഞങ്ങൾക്ക് വെറുതെ കഴിക്കാനും പിള്ളേർക്ക് സ്നാക്സിൽ കൊടുത്തു വിടാനുമായിട്ട് മാറ്റി വച്ചു. പകുതി ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വച്ചിട്ടുണ്ട്. ഈ കട്ട് ചെയ്ത് വച്ചിരിക്കുന്ന സ്ട്രോബെറീസ് ഒരു സാധാരണ നമ്മൾ അളക്കുന്ന കപ്പിൽ ഒരു 5 കപ്പെങ്കിലും ഉണ്ടാവും. ഞാനിവിടെ 1.25 കപ്പ് ഷുഗറാണ് എടുത്തിട്ടുള്ളത്. ഈ സ്ട്രോബെറീസ് നല്ല മധുരമുണ്ട്, അധികം പുളിയില്ല. പിന്നെ 1.25 കപ്പ് ഷുഗറും ഒരു നാരങ്ങയുടെ ജ്യൂസുമാണ് എടുത്തിട്ടുള്ളത്. നാരങ്ങ ജ്യൂസ് ഒഴിക്കുന്നത് ഷുഗർ ക്രിസ്റ്റലാവാതിരിക്കാനും ഒരു പ്രിസർവേറ്ററുമായിട്ടാണ് നമുക്ക് അവിടെ യൂസ് ആവുന്നത്. ഇനി നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട് നമുക്ക് ഇനി നല്ലതുപോലെ വെള്ളമൊന്നും തന്നെ ഒഴിച്ചിട്ടില്ല. ഷുഗറും നാരങ്ങ വെള്ളവും സ്ട്രോബെറിയും മാത്രമാണ് ഇട്ടിട്ടുള്ളത്. ഇനി നമുക്ക് സിമ്മിൽ വെച്ചിട്ട് അധികം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ബോയിൽ ചെയ്തെടുക്കണം. കൈവിടാതെ കിണ്ടിക്കൊണ്ടിരിക്കണം. ആ ഷുഗർ സിറപ്പ് ഇങ്ങനെ ഷുഗർ ഉരുകി വരുമ്പം അതിലിരുന്ന് വരുന്ന വെള്ളത്തിൽ തന്നെ ഈ സ്ട്രോബെറിൻ്റെ വെള്ളത്തിലും ചേർത്തിട്ടാണ് ഈ സ്ട്രോബെറീസൊക്കെ കുക്കാവുന്നത്. അങ്ങനെ കുറച്ച് സമയം എടുക്കും, ഒരു 10-15 മിനിറ്റൊക്കെ എടുക്കും. നമുക്ക് കൈവിടാതെ കിണ്ടിക്കൊണ്ടിരിക്കണം. നല്ലതുപോലെ നമ്മൾ വെന്ത എന്ന് തോന്നുമ്പം ഒരു സ്മാഷർ വെച്ചിട്ട് ആ ഹീറ്റിൽ തന്നെ വച്ചിട്ട് നമുക്കൊന്ന് നല്ലതുപോലെ സ്മാഷ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഇനി ഇത് മിക്സിയിലൊന്നും അടിക്കാൻ പോണില്ല. ചെറിയ കഷണങ്ങൾ കിടന്നാലും കുഴപ്പമില്ല എന്നുള്ളവർക്ക് ഒരുപാടങ്ങ് സ്മാഷ് ചെയ്യണ്ട. പിള്ളേർക്ക് ഇഷ്ടമല്ല നല്ലതുപോലെ സ്മാഷ് ചെയ്യണമെന്നുള്ളവർക്ക് ഇങ്ങനെ കുറച്ച് സ്മാഷ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെയും വെന്ത് വരുമ്പം ഒന്നുകൂടി നമുക്ക് സ്മാഷ് ചെയ്താൽ മതി. നല്ലതുപോലെ തിക്കായി കിട്ടും. ഇനി ഇത് നമുക്ക് കൈവിടാതെ കിണ്ടിക്കൊണ്ടിരിക്കണം. സിമ്മിൽ വെച്ച് തന്നെ കൈവിടാതെ കിണ്ടിക്കൊണ്ടിരിക്കുമ്പം അത് തിക്കായി വരും. ആദ്യം വെള്ളമായിട്ട് വരുന്നത് നോക്കണ്ട, പിന്നെ അത് തിക്കായിക്കൊള്ളും. ഇതിൽ കളറോ പ്രിസർവേറ്ററോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. ഇത് ഒറിജിനൽ കളറാണ്, സ്ട്രോബെറിയുടെ ഒറിജിനൽ കളറാണ്. ഇപ്പം തന്നെ നല്ല മണം വരുന്നുണ്ട്. സ്ട്രോബെറീസ് വീട് മുഴുവനും സ്ട്രോബെറീസിൻ്റെ മണം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇത് ചെയ്യുമ്പം തന്നെ പിള്ളേർ ഓടി വരും ആ മണം പിടിച്ചിട്ട്. ഇനി കുറച്ചുകൂടി തിക്കാവാനുണ്ട്. കുറച്ച് സമയം എടുക്കുമെന്ന് നോക്കണ്ട, സിമ്മിലാണ് വച്ചിട്ടുള്ളത്. ഒന്ന് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ടിരുന്നാൽ മതി. നമ്മുടെ സ്ട്രോബെറി ജാം ആൾമോസ്റ്റ് റെഡിയായി. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് തണുപ്പിക്കാൻ വേണ്ടി വയ്ക്കാം. നമ്മുടെ ജാം തണുത്തിട്ടുണ്ട്, കുറച്ചുകൂടി തിക്കായിട്ടുണ്ട്. ഇവിടെ ഒരു ബാട്ടിൽ നല്ലതുപോലെ ചൂടുവെള്ളത്തിൽ കഴുകിയിട്ട് വൃത്തിയുള്ള ബാട്ടിൽ വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഒഴിച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. നമ്മൾ പ്രിസർവേറ്റർസ് ഒന്നും തന്നെ യൂസ് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമ്പം ഷെൽഫ് ലൈഫ് കൂടുതലാണ്. ഈ ജാം അല്ലെങ്കിൽ ക്രഷ് നല്ല ടേസ്റ്റും മണമും ഉള്ളതാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടും. അത് ചെയ്ത് നോക്കിയാലേ നമുക്ക് അറിയാൻ പറ്റും. ഇവിടെ ചെറിയ തോതിൽ കിട്ടുന്ന സ്ട്രോബെറിയും ഇതുപോലെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. മധുരം അവരവരുടെ ഇഷ്ടമനുസരിച്ച് ഇടാം. ഈ സ്ട്രോബെറി ജാം നമുക്ക് പല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം. സ്ട്രോബെറി ഐസ്ക്രീം ഉണ്ടാക്കാനും സ്ട്രോബെറി കേക്കിൽ ഫില്ലിംഗ് ആയിട്ട് ഫ്രോസ്റ്റിംഗ് ചെയ്യാനും പിന്നെ തണുത്ത പാലിൽ ഒരു 2 സ്പൂൺ ഒഴിച്ച് ഷേക്ക് ചെയ്ത് കുട്ടികൾക്ക് സ്ട്രോബെറി ഷേക്കായിട്ട് കൊടുക്കാനും പിന്നെ ചപ്പാത്തി ബ്രെഡ് എന്നിവയ്ക്ക് സ്പ്രെഡ് ചെയ്യാനും പറ്റിയ ഒരു ജാമാണ്. ചെറിയ കുട്ടികൾ തൊട്ട് വലിയവർ വരെ ഇഷ്ടപ്പെടുന്ന ഒരു ജാമാണ് ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആദ്യമായിട്ട് ജ്യോതിസ് കിച്ചൺ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെല്ലൈക്കനെയും ക്ലിക്ക് ചെയ്ത് ആൽ എന്നൊരു ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ റെസിപ്പീസും വ്ളോഗ്സും റിവ്യൂസും എല്ലാം നിങ്ങൾക്ക് ഉടൻ കിട്ടുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.